ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 11ാമത്തെ നക്ഷത്രമാണ് പൂരം, പൂർവഭാഗുനി. ഭഗനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. പ്രധാന സവിശേഷതകൾ: നക്ഷത്രനാഥൻ ശുക്രൻ. രാശി ചിങ്ങം. ചിങ്ങം രാശിയിൽ 13°20' മുതൽ 26°40' വരെ. മൃഗം പെൺകുതിര. പക്ഷി ചകോരം. വൃക്ഷം പ്ലാശ്, ചമത. ഭൂതം ജലം. ലിംഗം സ്ത്രീ. സ്വഭാവഗുണങ്ങൾ: പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ഭാഗ്യശാലികളായാണ് കരുതപ്പെടുന്നത്. അവരുടെ പ്രധാന സ്വഭാവരീതികൾ ഇവയാണ്: കലാപരമായ കഴിവ്. ശുക്രൻ അധിപനായതിനാൽ സംഗീതം, അഭിനയം, എഴുത്ത് തുടങ്ങിയ കലാരംഗങ്ങളിൽ ഇവർക്ക് പ്രത്യേക താൽപ്പര്യവും കഴിവുമുണ്ടാകും. ആകർഷകമായ വ്യക്തിത്വം. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. സംസാരപ്രിയരും സൗഹൃദം ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ആഡംബരപ്രിയം. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു. ധൈര്യം. പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ ഇവർക്ക് സാധിക്കും. ചടുലമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് മടിയുണ്ടാകില്ല. സ്നേഹസമ്പന്നർ. കുടുംബത്തോടും സുഹൃത്തുക്കളോടും വളരെയധികം സ്നേഹം പുലർത്തുന്നവരാണ്. എന്നാൽ ചിലപ്പോൾ അല്പം മുൻകോപം പ്രകടിപ്പിച്ചേക്കാം. ദോഷപരിഹാരങ്ങൾ: പൂരം നക്ഷത്രക്കാർക്ക് ദോഷകാലങ്ങളിൽ ആശ്വാസത്തിനായി താഴെ പറയുന്നവ ചെയ്യാവുന്നതാണ്. ശുക്രദശയിൽ ശരിയായ പരിഹാരങ്ങൾ ചെയ്യുക. മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ഐശ്വര്യം നൽകും. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മീദേവിക്ക് അർച്ചന നടത്തുന്നതും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ്. പ്ലാശ് നട്ടുപിടിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നക്ഷത്രദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. തൊഴിൽ മേഖല: പൂരം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സ്വാധീനമുള്ളതുകൊണ്ടുതന്നെ ക്രിയേറ്റീവായ മേഖലകളിൽ തിളങ്ങാൻ സാധിക്കും. കലയും വിനോദവും. സിനിമ, സീരിയൽ, സംഗീതം, ഫാഷൻ ഡിസൈനിംഗ്, ഫോട്ടോഗ്രാഫി എന്നീ മേഖലകളിൽ ഇവർക്ക് വലിയ വിജയം നേടാൻ കഴിയും. അധ്യാപനം. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവരെ നല്ല അധ്യാപകരോ പ്രഭാഷകരോ ആക്കി മാറ്റുന്നു. ബിസിനസ്. ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരം ഇവർക്ക് ലാഭകരമായിരിക്കും. ഭരണം. ചിങ്ങം രാശി സൂര്യന്റെ രാശിയായതിനാൽ നേതൃത്വപരമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. കുടുംബവും വിവാഹജീവിതവും. സാധാരണയായി സമാധാനപരമായൊരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. ജീവിത പങ്കാളിയോടും മക്കളോടും വളരെയധികം അടുപ്പം കാണിക്കും. എങ്കിലും പങ്കാളിയുമായി ചില നിസ്സാര കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തം വീട് വൃത്തിയായും മനോഹരമായും സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. 3. ആരോഗ്യസ്ഥിതി. പൂരം നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ ചില ശ്രദ്ധകൾ പുലർത്തുന്നത് നല്ലതാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം, BP കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. അമിതമായ ജോലിഭാരം മൂലമുള്ള മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. മറ്റു ചില പ്രത്യേകതകൾ: അനുകൂല നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പുണർദം, പൂയം. പ്രതികൂല നക്ഷത്രങ്ങൾ: ഉത്രം, അത്തം, ചോതി, ഉത്രാടം, തിരുവോണം. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവരുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജാതകപ്പൊരുത്തം നോക്കുന്നത് നല്ലതാണ്. ഭാഗ്യനിറം: വെള്ള, ഇളം ചുവപ്പ്. ഭാഗ്യദിവസം: വെള്ളിയാഴ്ച. ഭാഗ്യസംഖ്യ: 9. പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ മറ്റുള്ളവരോട് പെട്ടെന്ന് വിശ്വസിച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്. ഇത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. അതിനാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുന്നത് നല്ലതാണ്. അലസത വരാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായൊരു ടൈം ടേബിൾ പാലിച്ച് മുന്നോട്ടു പോകുന്നത് വിജയത്തിന് സഹായിക്കും. പൂരം നക്ഷത്രം ചിങ്ങം രാശിയിൽ തന്നെയാണെങ്കിലും ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് ചെറിയ സ്വഭാവ വ്യത്യാസങ്ങളുണ്ടാകാം. 1-ാം പാദം ചിങ്ങം നവാംശം. സൂര്യന്റെ സ്വാധീനം കൂടുതലുള്ളതിനാൽ ഇവർ നല്ല ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. 2-ാം പാദം കന്നി നവാംശം. ഇവർ അല്പം കൂടി പ്രായോഗികമായി ചിന്തിക്കുന്നവരും കഠിനാധ്വാനികളുമായിരിക്കും. ബിസിനസ് കാര്യങ്ങളിൽ മിടുക്ക് കാണിക്കും. 3-ാം പാദം തുലാം നവാംശം. ശുക്രന്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള പാദമാണിത്. ഇവർ കലകളിലും ആഡംബരങ്ങളിലും അതീവ താൽപ്പര്യമുള്ളവരും ശാന്ത സ്വഭാവക്കാരുമായിരിക്കും. 4-ാം പാദം വൃശ്ചിക നവാംശം. ഇവർ അല്പം വൈകാരികമായി ചിന്തിക്കുന്നവരായിരിക്കും.
എങ്കിലും കഠിനമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് പ്രത്യേക വാശിയുണ്ടാകും. ആത്മീയവും പുരാണപരവുമായ പശ്ചാത്തലം. ദേവത ഭഗ. പൂരം നക്ഷത്രത്തിന്റെ അധിപനായ ദേവൻ ഭഗനാണ്. ഭാഗ്യം, ഐശ്വര്യം, പ്രേമം എന്നിവയുടെ ദേവനായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്.